നഗരസഭാ കൗൺസിൽ യോഗം അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. കൗൺസിലർമാർ പരസ്പരം തെരുവുയുദ്ധം വെട്ടുന്ന, ഹാജർ രജിസ്റ്ററിനു വേണ്ടി പിടിവെടി നടത്തുന്ന, ഒടുവിൽ കയ്യാങ്കളിയിലും ചോരക്കളിയിലും കലാശിച്ച വമ്പൻ സംഭവ വികാസങ്ങളാണ് അനന്തപുരി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ദിവസേന അല്ല, ഓരോ മണിക്കൂറിലും തിരുവനന്തപുരം നഗരസഭയിലെ വാർത്തകൾ ഇങ്ങനെ മാറിമറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാര്യങ്ങൾ തികച്ചും നിർണായകമായ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് സംഭവിച്ചത്? പരിശോധിക്കാം. BJP വിരുദ്ധ രാഷ്ട്രീയം ശക്തമായ മണ്ണിൽ വെറും പാർട്ടി ലേബലിൽ മാത്രം വോട്ട് പിടിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ജനകീയരായ ഹെവി വ്യക്തിത്വങ്ങളെ മുൻനിർത്തിയാണ് BJP ഓരോ കോട്ടകളും പിടിച്ചടക്കിയത് അല്ലെങ്കിൽ പിടിച്ചടക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന അത്ഭുത പ്രതിഭാസത്തിലൂടെ നേടിയെടുത്ത ആ മുന്നേറ്റം ഒരു ലോട്ടറിയൊന്നും ആയിരുന്നില്ല. കൃത്യമായ രാഷ്ട്രീയ തന്ത്രം തന്നെയായിരുന്നു. അതിന്റെ തനിയാവർത്തനമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 സീറ്റുകളിൽ BJPക്ക് വിജയിക്കാൻ സാധിച്ചതും. ചാത്തന്നൂരിൽ BB ഗോപകുമാറിന്റെ മിന്നും വിജയം ഇതിന് അടിവരയാണിടുന്നത്. ഇത്തരത്തിൽ BJPക്ക് തിരുവനന്തപുരത്ത് ലഭിച്ച ഏറ്റവും മൂല്യമുള്ള അസറ്റാണ് VV രാജേഷ്. തിരുവനന്തപുരത്തെ ഒരു സാധാരണ പ്രാദേശിക നേതാവായിരുന്ന VV രാജേഷ് മേയർ പദവിയിലേക്ക് ഉയർന്നതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ വേറെ ലെവലിലേക്ക് മാറി. വെറുതെ വാഗ്ദാനങ്ങളൊക്കെ പറയുക മാത്രമല്ല, പറഞ്ഞ വാക്കുകൾ കൃത്യമായി പാലിക്കുക, വ്യക്തതയോടെയുള്ള സംസാരം, പ്രതിപക്ഷത്തിന്റെ എല്ലാ കുപ്രചരണങ്ങൾക്കും ചുട്ട മറുപടി നൽകുക, രാവും പകലും ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക, ഇതൊക്കെയാണ് രാജേഷിനെ ജനപ്രിയനാക്കിയത്. ഏകദേശം അരനൂറ്റാണ്ടോളം തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കി ഭരിച്ചിരുന്ന LDFന്റെയും CPMന്റെയും അഴിമതി കോട്ടകൾ ഓരോന്നോരോന്നായി ചുരണ്ടി പുറത്തിടാൻ മേയർ VV രാജേഷിന് വെറും 6 മാസം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഓർക്കണം, 6 മാസം കൊണ്ട് അനന്തപുരിക്കുണ്ടായ മാറ്റങ്ങൾ. തിരുവനന്തപുരത്തെ ജനങ്ങൾ കാലങ്ങളായി അനുഭവിച്ചിരുന്ന വലിയൊരു ശാപമായിരുന്നു പാളയം മാർക്കറ്റ് അടക്കമുള്ള വിപണികളിലെ CPM ഗുണ്ടാഭരണം. നഗരഹൃദയത്തിൽ ഒരു കൊട്ടമീൻ വിൽക്കണമെങ്കിൽ പോലും CPM ഗുണ്ടകൾക്ക് പണം കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. ഗുണ്ടാ പിരിവ് തന്നെയായിരുന്നു. ക്യാൻസർ രോഗിയായ ഒരു പാവം വീട്ടമ്മ ജീവിക്കാൻ വേണ്ടി മീൻ വിൽക്കാൻ വന്നപ്പോൾ 500 രൂപ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന് അവരുടെ മീൻകൊട്ടയിൽ നിന്ന് മീൻ എടുത്തു മാറ്റിയ ഗുണ്ടാരാജാണ് അവിടെ നടന്നിരുന്നത്. അങ്ങനെ കോർപ്പറേഷന്റെ അധികാര പരിധിയിലുള്ള സ്ഥലങ്ങളിൽ അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിച്ച് വാടകയ്ക്ക് കൊടുത്ത് ലക്ഷങ്ങൾ സ്വന്തം പാർട്ടി ഫണ്ടിലേക്ക് മാറ്റുകയായിരുന്നു CPM നേതാക്കൾ. എന്തിനേറെ പറയുന്നു, കോർപ്പറേഷന്റെ സ്വന്തം പാർക്കിംഗ് സ്ഥലങ്ങളിൽ നിന്ന് വരെ കാശ് പിരിച്ചിരുന്നത് ഈ ഗുണ്ടകളായിരുന്നു. എന്നാൽ VV രാജേഷ് മേയർ ആയതോടെ കളി ആകെ മാറി. കൃത്യമായ രേഖകൾ പരിശോധിച്ച് മാസങ്ങൾ നീണ്ട മുന്നൊരുക്കത്തോടെ പാളയം മാർക്കറ്റിലെയും നഗരത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെയും അനധികൃത കയ്യേറ്റങ്ങളൊക്കെ അദ്ദേഹം ഒഴിപ്പിച്ചു. കഴിഞ്ഞ 50 വർഷമായി നാമമാത്രമായ തുകയ്ക്ക് സ്വന്തക്കാർക്ക് പുതുക്കി നൽകിയിരുന്ന കോർപ്പറേഷൻ കടകൾ പൂർണ്ണമായും പുനർലേലം ചെയ്യാൻ ഭരണസമിതി തീരുമാനിച്ചു. ഇത് പാർട്ടിക്കാരിലേക്ക് ഒഴുകിയിരുന്ന വൻ തുകയ്ക്കാണ് തടയിട്ടത്. നാലാഞ്ചിറ മുതൽ ആറ്റുകാല് വരെയുള്ള 100 കണക്കിന് പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ നടന്നിരുന്ന തീവെട്ടിക്കൊള്ള മേയർ നേരിട്ടിറങ്ങി പിടികൂടി. അടുത്ത വർഷം മുതൽ പാർക്കിംഗ് പൂർണ്ണമായും സുതാര്യമാക്കാനുള്ള നടപടികളൊക്കെ പുരോഗമിച്ചു വരികയാണ്. CPMന്റെ കറവപ്പശുവായിരുന്ന കോർപ്പറേഷൻ ഫണ്ടിന്റെ ഫ്ലോ പൂർണ്ണമായും നിന്നതോടെ അവരുടെ അങ്കലാപ്പ് സ്വാഭാവികമാണല്ലോ. പക്ഷേ ഇതിൽ കോൺഗ്രസ് എന്തിനാണ് ഇത്രയധികം വേദനിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ വോട്ടർമാർ ചോദിക്കുന്നത്. ഞങ്ങളൊന്ന് മനസമാധാനത്തോടെ ഒന്ന് ഇരുന്നോട്ടെ എന്നാണ് ജനങ്ങളിപ്പോൾ പറയുന്നത്. അപ്പോൾ CPM പ്രതിസന്ധിയിലാകുമ്പോൾ അവരെ രക്ഷിക്കാൻ കോൺഗ്രസ് വരുന്നത് കാണുമ്പോൾ കേരളത്തിൽ ഇന്ത്യ മുന്നണി അന്തർധാര സജീവമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവർക്കിപ്പോൾ പൂർണ്ണ വിശ്വാസമായി ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് ഈ 2 കൂട്ടരും എന്ന്. പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ച മറ്റൊരു വമ്പൻ പദ്ധതിയായിരുന്നു മേയർ കെയർ. കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും എടുക്കാതെ പൂർണ്ണമായും CSR ഫണ്ടുകളും വ്യക്തികളുടെ സ്പോൺസർഷിപ്പും മാത്രം ഉപയോഗിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇതിലൂടെ 5000-ലധികം പാവപ്പെട്ട കുട്ടികൾക്കാണ് 1000 മുതൽ 1200 രൂപ വരെ വില വരുന്ന സ്റ്റഡി മെറ്റീരിയലുകളൊക്കെ വിതരണം ചെയ്തത്. അപ്പോൾ ഇതിന്റെ വിജയം എത്രത്തോളം ആയിരുന്നു എന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും അവിടുന്ന് വരെ സഹായം അഭ്യർത്ഥിച്ച് കോളുകൾ വരാൻ തുടങ്ങി. ഇപ്പം ഏകദേശം മനസ്സിലായല്ലോ.
അപ്പൊ പാവപ്പെട്ടവരെ സഹായിക്കാൻ രാഷ്ട്രീയ വ്യത്യാസമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ നൂറുകണക്കിന് ആളുകളാണ് ഇപ്പൊ മേയർ കെയർ പദ്ധതിയിലേക്ക് ഫണ്ട് വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് വരുന്നത്. പരസ്യ കോലാഹലങ്ങളില്ലാതെ അർഹതപ്പെട്ടവരുടെ അന്തസ്സ് കെടുത്താതെ നടത്തിയ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ BJP ഭരണസമിതിക്ക് വലിയൊരു ക്ലീൻ ഇമേജ് ആണ് നേടിക്കൊടുത്തത്. വളരെ സുതാര്യമായ ഒരു ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിശ്വാസ പ്രമേയ നാടകം ചീറ്റിപ്പോയതിന് പിന്നാലെ മേയർ VV രാജേഷ് വിളിച്ച പത്രസമ്മേളനം പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ വായടപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹം അക്കമിട്ട് നിരത്തിയ വികസന നേട്ടങ്ങളുടെ കൃത്യമായ ഡാറ്റ ഇങ്ങനെയാണ്. അപ്പോൾ തങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പ്രഖ്യാപിച്ച 4 പ്രധാന കാര്യങ്ങളിൽ ഒന്നാമത്തേത് 1 വർഷത്തിനകം തെരുവുനായ ശല്യം തീർക്കും എന്നാണ്. എന്നാൽ വെറും 30 ദിവസം കൊണ്ട് പൈലറ്റ് പ്രോജക്റ്റ് ആരംഭിച്ചു. സുപ്രീം കോടതി ഉത്തരവുകൾ പാലിച്ച് മെഡിക്കൽ കോളേജ്, SIT, RCC, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് അക്രമകാരികളായ നായ്ക്കളെ പിടിച്ച് വാക്സിനേഷൻ നൽകി സ്ഥിരമായി ഷെൽട്ടറുകളിലേക്ക് മാറ്റി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡോഗ് സ്ക്വാഡ് നഗരത്തിൽ ഇപ്പോൾ സജീവമാണ്. പിന്നെ കേന്ദ്ര സംസ്ഥാന കോർഡിനേഷൻ വേറെ, വേസ്റ്റ് മാനേജ്മെന്റ്, വെള്ളക്കെട്ട് പരിഹരിക്കൽ, കുടിവെള്ള പ്രശ്നം എന്നിവയ്ക്കെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം ആവശ്യമാണ്. ഭരണത്തിന്റെ തുടക്കത്തിൽ കെയർടേക്കർ സർക്കാർ ആയിരുന്നതിനാൽ തീരുമാനങ്ങളിൽ ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ സർക്കാർ വന്നതോടെ മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് മേയർ ചർച്ചകളൊക്കെ നടത്തി. കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക കോൺക്ലേവ് സംഘടിപ്പിക്കാമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുള്ളത്. രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണാധികാരിയാണ് താനെന്ന് മേയർ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ വികസനങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ ഉറക്കം കെടും. തങ്ങൾ ഇത്രയും കാലം അടക്കി വെച്ചത് ഇന്നലെ കയറി വന്നവന് എല്ലാം കൊണ്ടുപോയല്ലോ എന്ന ഒരു ഭയമാണ്. അതിനിടയിലാണ് സുഗതൻ എന്ന BJP കൗൺസിലർ കാപ്പ കേസിൽപ്പെട്ട് ജയിലിലാകുന്നതും. ഇതോടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് കാണിച്ച് കോൺഗ്രസ് വലിയ ആവേശത്തോടെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ നീക്കം നടത്തി. എന്നാൽ ഇവിടുത്തെ യഥാർത്ഥ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വിവരക്കേട് മനസ്സിലാകും. ഞാനിപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പൂർണ്ണ രൂപമാണ് പറഞ്ഞു തരുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ചോദിക്കാം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെയുള്ള സീറ്റുകൾ 101 അതിൽ BJPക്ക് 50 സീറ്റുണ്ട്. കൂടാതെ ഒരു സ്വതന്ത്രന്റെ പിന്തുണയുണ്ട്, ആകെ 51. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിനും CPMനും കൂടി ആകെയുള്ളത് 50 സീറ്റുകളാണ്. ഇനി സുഗതൻ വിട്ടുനിന്നാൽ പോലും വോട്ടിംഗ് നില 50-50 എന്ന് തുല്യമാകും. അവിശ്വാസ പ്രമേയം പാസ്സാകണമെങ്കിൽ ഭൂരിപക്ഷം വേണം താനും. അതിലുപരി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ മിനിമം 34 അംഗങ്ങളുടെ പിന്തുണ വേണം. ആവേശത്തോടെ ചാടി വീണ കോൺഗ്രസിന് ആകെ ഉള്ളത് വെറും 20 കൗൺസിലർമാർ മാത്രമാണ്. CPM പിന്തുണയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെ അവിശ്വാസ പ്രമേയം ശരിക്കും പറഞ്ഞാൽ അവതരിപ്പിക്കാൻ പോലും ആവാതെ കോൺഗ്രസ് ഇപ്പോൾ നാണം കെട്ട് പിന്മാറിയിരിക്കുകയാണ്. CPMനാണെങ്കിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു അട്ടിമറി നടത്തി തിരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ പിന്നെ BJPക്ക് വൻ ഭൂരിപക്ഷം നൽകി വീണ്ടും ഭരണത്തിലേറ്റും. ആ ഒരു തിരിച്ചറിവിലാണ് CPM ഇപ്പോൾ അവസാന നിമിഷം കോൺഗ്രസിനെ കൈവിട്ടത്. ഇനി ഇപ്പൊ 50 സീറ്റുള്ള സ്ഥാനത്ത് അല്ലെങ്കിൽ 51 സീറ്റുള്ള സ്ഥാനത്ത് 100 അവർ കൊണ്ടുപോയുള്ള അവസ്ഥ എന്താണ്? അപ്പൊ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പോലും അടിസ്ഥാന പിന്തുണയില്ലാതെ നാണം കെട്ട് പിന്മാറിയ പ്രതിപക്ഷം ഒടുവിൽ തങ്ങളുടെ ജാള്യത മറയ്ക്കാൻ കൗൺസിൽ ഹാളിൽ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതായത് ഇന്നത്തെ ദിവസം അവിടെ നടന്ന സംഭവത്തിലേക്ക് വരാം. ഗുണ്ടാ നിയമപ്രകാരം ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ R സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് കൗൺസിൽ യോഗത്തിൽ LDF UDF അംഗങ്ങൾ വൻ ബഹളമാണ് സൃഷ്ടിച്ചത്. സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് കോർപ്പറേഷൻ ഓഫീസും പരിസരവും ഒക്കെ വൻ പോലീസ് സന്നാഹത്തിന്റെ നിയന്ത്രണത്തിലും ആയിരുന്നു. എങ്കിൽ പോലും സഭയ്ക്കുള്ളിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. ഹാജർ രജിസ്റ്ററിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കൗൺസിൽ യോഗത്തെ നിമിഷ നേരം കൊണ്ട് യുദ്ധക്കളമാക്കിയത്. നിലവിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ R സുഗതൻ ഒപ്പിടുന്നതിനായി അറ്റൻഡൻസ് രജിസ്റ്റർ ഭരണസമിതി പ്രത്യേകമായി മാറ്റിവെച്ചു എന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. ഇത് സംബന്ധിച്ച് കൗൺസിലർമാർ തമ്മിൽ തുടങ്ങിയ വാക്കേറ്റം പിന്നീട് കടുത്ത ഉന്തും തള്ളിലേക്കും കയ്യാങ്കളിയിലേക്കും നീങ്ങി. ഹാജർ രജിസ്റ്ററിന് വേണ്ടി ഇരുവിഭാഗം കൗൺസിലർമാരും തമ്മിൽ ദയനീയമായ പിടിവലി ഉണ്ടാവുകയും രജിസ്റ്റർ കീറാൻ വരെ ശ്രമം നടക്കുകയും ചെയ്തു. UDF കൗൺസിലർമാർ ഒരു ഒപ്പുവെക്കുന്നതിനിടെ BJP കൗൺസിലർമാർ അത് ബലമായി പിടിച്ചു വാങ്ങിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിനിടയിൽ BJP കൗൺസിലർ ചെമ്പടന്തി ഉദയൻ UDFലെ വനിതാ അംഗങ്ങളെ അടക്കം കയ്യേറ്റം ചെയ്തെന്നാണ്
UDF കൗൺസിൽ ലീഡർ KS ശബരീന്ദ്രനാഥ് മാധ്യമങ്ങളോട് ആരോപിച്ചത്. എന്നാൽ ഇതിനൊന്നും യാതൊരു തെളിവുമില്ല. കാരണം വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ്, എങ്ങനെയെങ്കിലും അവർക്കെതിരെ കരിവാരി തേക്കാൻ. തങ്ങൾ ഉന്നയിച്ച കൗൺസിലറുടെ രാജിവിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാണ് LDF പാർലമെന്ററി നേതാവ് SP ദീപക് ശക്തമായി ആവശ്യപ്പെട്ടത്. പ്ലക്കാർഡുകൾ ഉയർത്തിയും നടുത്തളത്തിൽ ഇറങ്ങിയും UDF കൗൺസിലർമാരും പ്രതിഷേധം കടുപ്പിച്ചതോടെ സഭ പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയിലെത്തി. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ പരിക്കേറ്റ് LDF കൗൺസിലർമാരും ശരീരത്തിൽ ബാൻഡേജുകളുമായി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. പരസ്പരം ചീത്ത വിളിച്ചും വാശിയേറിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ നിലയുറപ്പിച്ചതോടെ കൗൺസിൽ ഹാൾ ശരിക്കും പറഞ്ഞാൽ കലുഷിതമായി മാറി. ഒരു യുദ്ധ അന്തരീക്ഷം തന്നെയായിരുന്നു അതിനുള്ളിൽ. എന്നാൽ ഈ നാടകങ്ങൾ കൊണ്ടൊന്നും BJPയുടെ ഭരണ നടപടികളെ തടയാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. കടുത്ത പ്രതിഷേധങ്ങൾക്കും ബഹളത്തിനും ഇടയിൽ തന്നെ നഗരസഭയുടെ പ്രധാന അജണ്ടകൾ വരെ വളരെ വേഗത്തിൽ പാസ്സാക്കിക്കൊണ്ട് മേയറും BJP കൗൺസിലർമാരും യോഗം അവസാനിപ്പിച്ചു. അങ്ങനെ സഭ പിരിച്ചുവിടുകയായിരുന്നു. പ്രതിപക്ഷം വെറും ബഹളം വെച്ച് നാണം കെട്ടപ്പോൾ BJP ഭരണസമിതി തന്ത്രപരമായി കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് മുന്നേറി. ആ കാഴ്ചയ്ക്കാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭ സാക്ഷിയായത്. എന്തായാലും ഇത്തരത്തിൽ BJPയെ പേടിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഇത്തരം നാണം കെട്ട നീക്കങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.